ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്നത്തെ ചാലഞ്ച് കുറച്ച് ഹെവി ആൻഡ് മാസ് ത്രില്ലർ ചാലഞ്ച് ആയിരിക്കും. ഗൈസ് ഇന്നത്തെ വീഡിയോ ഗസ്റ്റ് മൂവി ചാലഞ്ചാണ്. ഗൈസ് ചെയ്യണം വിചാരിച്ച് ചെയ്യുന്നതാണ്. ഗൈസ് കുറേ മൂവീൻ്റെ പോസ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഗൈസ് അതിൻ്റെ ആൻസർ എന്താ എനിക്കറിയില്ല. ഗൈസ് അത് സ്വിപ്പ് ചെയ്ത് അതിൻ്റെ ആൻസർ കിട്ടും. ഗൈസ് അതാണ് ഇവിടുത്തെ ചാലഞ്ച് പ്രത്യേകത. ഗൈസ് ക്യാമറ ചെയ്യുന്നുണ്ട്, ഞാൻ ടാബ് തമ്മിൽ എടുക്കുന്നത്. ഗൈസ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കി പോകും. ഗൈസ് ഇവിടെയാണ് എൻ്റെ മുഖം തന്നെ എനിക്ക് ഇവിടെയാണ് കാണുന്നത്. ഗൈസ് ക്യാമറ ഇവിടെ. യെസ് ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കും. ഓക്കെ ഞാൻ ക്യാമറയിൽ നോക്കാം. യെസ് പിന്നെ കുറച്ച് ഞാൻ ഇങ്ങോട്ട് ഇരിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ പോസ്റ്ററൊക്കെ കൊടുക്കുക. യെസ് അതുകൊണ്ടാണ്. യെസ് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. യെസ് പറ്റിക്കരുത്. യെസ് ഓക്കെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നേക്കാം. യെസ് ആദ്യത്തെ പോസ്റ്റർ യെസ് ഇവിടെ കൊടുത്തേക്കാം. യെസ് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായി ഗൈസ്, ഇതെനിക്ക് മനസ്സിലായി. മമ്മൂക്കേൻ്റെ പടം ഗൈസ് ദ പ്രിസ്റ്റ്. ഗൈസ് ഫസ്റ്റ് തന്നെ സിമ്പിൾ ആയിരുന്നു തന്നെ. മമ്മൂക്കിൻ്റെ ദ പ്രിസ്റ്റ് ആണ് ഗൈസ്. ഗൈസ് നമുക്ക് ആൻസർ നോക്കാം. ഗൈസ് അതെ ഗൈസ് ദ പ്രിസ്റ്റ് ആണ്. ഗൈസ് നമുക്ക് അടുത്ത ഗൈസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലില്ല എങ്ങനെ ചാലഞ്ച് എങ്ങനെ പോവാന്ന്. ഗൈസ് ഇങ്ങനെ ചാലഞ്ച് പോവുക. ഗൈസ് ഇപ്പം എനിക്കൊരു പോയിന്റ്. ഗൈസ് ഇതിൻ്റെ അകത്ത് എത്ര സിനിമ ഗൈസ് കുറേ സിനിമേൻ്റെ പോസ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഗൈസ് അതായത് കുറച്ചാണ് ഞാൻ അതിൻ്റെ അകത്ത് കാണിക്കും. ഗൈസ് അല്ല ഗൈസ് ഞാൻ മൊത്തം കാണിക്കാൻ ശ്രമിക്കുക. ഒരു 12-13 ഉണ്ടെന്ന് തോന്നുന്നു സിനിമേൻ്റെ പോസ്റ്റർ ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. ഗൈസ് ഓക്കെ ഇത് ദ പ്രിസ്റ്റ് ആണ് ഗൈസ്, കറക്റ്റാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഗൈസ് ഇത് ആർക്കും അറിയാത്ത, ഇത് അറിയാത്തവൻ എന്താ ഞാൻ പറയുക ഗൈസ്, മണിച്ചിത്രത്താഴ് ഗൈസ്. മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി ഗൈസ് ഇവരെ കണ്ട മനസ്സിലായി. നമുക്ക് നോക്കാം. അതെ ഗൈസ് മണിച്ചിത്രത്താഴ് തന്നെ ഗൈസ്. സിമ്പിൾ ഗൈസ്. രണ്ട് സിനിമ ഞാൻ സിമ്പിളായി പറഞ്ഞിട്ടുണ്ട്. ഗൈസ് നമുക്ക് അടുത്ത് നോക്കാം. ഗൈസ് കുഞ്ചാക്കോവൻ്റെ പടമാണ് ഗൈസ്, കുറച്ച് പഴയ പടമാണ് ഗൈസ്. ഇതേ പടം ഗൈസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരസ്യം കാണാനുണ്ട് ടി വിയിൽ. ഗൈസ് ഗൈസ് നടീൻ്റെ പേരെന്താ, സ്വപ്ന, സ്നേഹ, അങ്ങനെ എന്തെങ്കിലും പേര് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്, ഞങ്ങൾക്ക് അറിയില്ല. കുഞ്ചാക്കോവൻ്റെ പടമാണ്, അത് പഴയതുമാണ് ഗൈസ്. ഗൈസ് ഇത് കുറച്ച് ടഫാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗൈസ് നിങ്ങളിപ്പോൾ തന്നെ എല്ലാം നോക്കി ഉത്തരങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറയുക ഗൈസ്. നിങ്ങൾക്ക് എത്ര പോയിൻ്റ് ആണെന്ന് ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് കുറച്ച് ടഫാണ് ഗൈസ്. ഞാൻ പഴയ പടം അധികം കാണയില്ല ഗൈസ്. കാര്യം പറഞ്ഞാൽ അധികം പഴയ പടം കാണില്ല, പിന്നെ പുതിയ പടമല്ലേ കാണല്. കുഞ്ചാക്കോവിൻ്റെ പഴയ പടം പറയും ഗൈസ് അറിയില്ല ഗൈസ്. തോറ്റ് നമുക്ക് നോക്കാം. അനിയത്തിപ്രാവ്. ഓ ഗൈസ് ഇത് എനിക്ക് അറിയാട്ടെ, ഞാൻ പറഞ്ഞ കേട്ടാന്ന് ഞാൻ പരസ്യം കാണല്ല കേട്ടോ. അനിയത്തിപ്രാവ് ഗൈസ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഗൈസ് ഇപ്പം എത്ര സിനിമ നോക്കി, ഇത് 3ാമത്തെ സിനിമയാണ് അല്ലേ. അന്നേരം 3 സിനിമ കാണിച്ചപ്പോൾ ഞാൻ നമുക്ക് 2 പോയിൻ്റ് ആണ് ഗൈസ്. അനിയത്തിപ്രാവ് കിട്ടിയില്ല ഗൈസ്. നമുക്ക് തന്നെ അടുത്ത് നോക്കാം ഗൈസ്. ഇത് അറിയാത്ത ആരുണ്ട്? മാർക്കോ. ഗൈസ് നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് മാർക്കോ തന്നെ ഗൈസ്. നമുക്ക് അടുത്തല്ലേ കിടന്നേക്കാം. ഗൈസ് ഇത് ഇംഗ്ലീഷ് പടം തോന്നുന്നു കേട്ടോ. ഇതേതാ നടി ഗൈസ്, ഇതേതാ നടി? 3 നടിമാരെ കാണുന്നുണ്ട്. ഇതേ നടിമാരെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇത് ഇംഗ്ലീഷ് പടം ഗൈസ്. ഇത് എനിക്ക് കിട്ടൂല ഗൈസ്. ഞാൻ ഇംഗ്ലീഷ് പടം കാണില്ല. ആകെ എനിക്ക് ഇംഗ്ലീഷ് പടം ചോദിച്ചാൽ എനിക്കറിയുന്നത് ഇങ്ങനെ അവെഞ്ചേഴ്സിൻ്റെ, അങ്ങനെ അയൺമാനോ സൂപ്പർമാനോ സ്പൈഡർമാനോ അതെല്ലാം അറിയും. പിന്നെ കോഞ്ചറിങ് ഉണ്ട്. ഇനി കോഞ്ചറിങ് ആയിട്ട് ചെയ്യാമോ? ഇത് കോഞ്ചറിങ്ങിൽ ഇങ്ങനത്തെ ഇതൊരു പെണ്ണുണ്ടല്ലോ ഗൈസ്. എനിക്ക് നേർക്കാറില്ല ഗൈസ്. ഇംഗ്ലീഷ് പടം കാണില്ല ഗൈസ്. അതുകൊണ്ട് ഗൈസ് നമുക്ക് ഗൈസ് നിങ്ങൾ ആലോചിച്ചോളൂ ഗൈസ്, ചിലപ്പോൾ കിട്ടാം ഗൈസ്. ഇത് എനിക്ക് സംഭവം മനസ്സിലായി. പടത്തിന് പേര് കിട്ടുന്നില്ല ഗൈസ്. ഇത് 2016 ഇറങ്ങിയ ഒരു സീരീസാണ് ഗൈസ്. സിനിമയാണ് അതിൻ്റെ സീരീസ് ഗൈസ്. 2016 ഇറങ്ങിയ സീരീസ്. അതെനിക്ക് മനസ്സിലായി. ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലായി. പക്ഷേ ഇത് പടം തന്നെ കിട്ടുന്നില്ല, പടത്തിന് പേര് കിട്ടുന്നില്ല ഗൈസ്. ഇത് കുറച്ച് ടഫാണ്. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെയാണ് വരിക ഗൈസ്. നമുക്കറിയില്ല ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം. ദ ക്രൗണ് ഗൈസ്. ഇങ്ങനത്തെ ഗൈസ് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനത്തെ പടം. ഇതൊക്കെ നമുക്ക് അടുത്ത് നോക്കാം ഗൈസ്. ഈ പടം നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി ഗൈസ്. രാക്ഷസനാണ് ഗൈസ്. ഗൈസ് എനിക്ക് മറ്റേ ആ തായിരിക്കുന്ന ഒരു ഡോളിൻ്റെ തല കണ്ട, അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഗൈസ് രാക്ഷസനാണ്. പിന്നെ ആ നാടൻ പോലീസ് അറിയാം ഗൈസ്. രാക്ഷസൻ. നമുക്ക് ആൻസർ നോക്കാം ഗൈസ്. കറക്റ്റ് രാക്ഷസനാണ് ഗൈസ്. നമുക്ക് അടുത്ത പടം നോക്കാം. നിവിൻ പോളിൻ്റെ പടം. ഇത് അത്ര പഴയതെല്ലാം തോന്നുന്നു, കുറച്ച് പുതിയൊരു 4K കളറൊക്കെ ഉണ്ട് ഗൈസ്. ഇതത്തെ പടം നിവിൻ പോളിൻ്റെ പടമാണ്.
ഗൈസ് താഴത്തെ ഫോട്ടോയിൽ നിവിൻ പോളി താടിയെല്ലാം ക്ലീൻ ഷേവ് അടിച്ചിട്ടുള്ളത് ഗൈസ് പടവും ഗൈസ് നിവിൻ പോളിൻ്റെ എല്ലാ പടം കാണലുണ്ട് ഗൈസ് നിവിൻ പോളിൻ്റെ അധികം പടവും ഗൈസ് പക്ഷെ ഇതേ പടം നമുക്ക് കിട്ടുന്നില്ല ഗൈസ് നിവിൻ പോളിൻ്റെതാണ് ഗൈസ് ഇത് കുറച്ച് ടഫാണ് ഗൈസ് ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് ഇതൊക്കെ നിങ്ങൾ ആലോചിക്ക് ഞാനും ആലോചിക്കാം മറ്റേ ഇതാ മെക്സിക്കൻ അപാരത അതിൻ്റെ അടുത്ത് നിവിൻ പോളി ഉണ്ടോ ഒരു മെക്സിക്കൻ അപാരത അങ്ങനെ തന്നെ അല്ലേ പേര് അല്ല അതിൻ്റെ അടുത്ത് നിവിൻ പോളി ഇല്ലാന്ന് ഗൈസ് തോറ്റ് ഗൈസ് നമുക്ക് ആൻസർ നോക്കാം ഇതെന്ന് സഖാവാ അങ്ങനത്തെ പടം ഉണ്ടായില്ലേ നമുക്ക് അങ്ങനത്തെ പടം അറിയാം അറിയില്ല ഗൈസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നിവിൻ പോളിൻ്റെ സഖാവ് പടം കേട്ടില്ല ഗൈസ് നമുക്ക് തന്നെ അടുത്ത് നോക്കാം ഗൈസ് മമ്മൂക്കേൻ്റെ ഒരു കുറച്ച് പഴയ പടം എനിക്ക് മനസ്സിലായി ഗൈസ് മലയാളത്തിൻ്റെ ബാഹുബലി എന്നൊക്കെ പറയുന്നൊരു പടമാണ് പക്ഷെ പേര് കിട്ടണില്ല ഗൈസ് ആകുമ്പോൾ പടം മനസ്സിലായി ബാഹുബലി പോലെ തന്നെ ഫുൾ യുദ്ധമുള്ള പടമാണ് ഗൈസ് നമുക്ക് ഞാൻ ഒരിക്കൽ കണ്ടിട്ടുമുണ്ട് പക്ഷെ പടത്തിൻ്റെ പേര് ഓർമ്മയില്ല ഗൈസ് ഇതിനിടക്കാറ്റ് ഇത് റിലീസ് ചെയ്തിന് ഗൈസ് ഈ പടം റിലീസ് ചെയ്തിന് ഗൈസ് പടത്തിൻ്റെ പേര് കിട്ടുന്നില്ല ഗൈസ് ഞാൻ കണ്ട പടമാണ് ഗൈസ് എനിക്ക് തോന്നുന്നു ഗൈസ് മറ്റേ ഈ പടം പഴശ്ശിരാജ അല്ല പഴശ്ശിരാജല്ല ഗൈസ് ഈ പടം ഈനിടക്കാറ് റിലീസ് ചെയ്തിന് പക്ഷേ ഗൈസ് എന്തോ വീരഗാഥ എന്നെ പറഞ്ഞ ഇതാണെന്ന് തോന്നുന്നു ഗൈസ് ഒരു വീരകഥ ഗൈസ് അങ്ങനെയാണ് ഗൈസ് നമുക്ക് ആൻസർ നോക്കാം ഒരു വീരകഥ നോക്കാം ഒരു വടക്കൻ വീരകഥ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു വടക്കൻ ഉണ്ട് ഗൈസ് അത് ഗൈസ് മറന്നുപോയി ഗൈസ് ഒരു വീരകഥ ഞാൻ പറഞ്ഞു ഗൈസ് ഒരു വടക്കൻ വീരകഥ ഗൈസ് എന്തായാലും ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെ ഗൈസ് നമുക്ക് തന്നെ അടുത്ത പടം നോക്കാം ഗൈസ് നമ്മുടെ സ്വന്തം ബറോസ് പാപ്പ വന്നിട്ടുണ്ട് ഗൈസ് പടത്തിൻ്റെ പേര് ബറോസ് ആൻസർ നോക്കാം കറക്റ്റ് ബറോസ് 3D ഗൈസ് മോഹൻലാൽ സംവിധാനം ചെയ്ത പടമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഗൈസ് ഇതാവൂല ഗൈസ് ആകെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ് നമുക്ക് അടുത്ത പടം നോക്കാം അടുത്ത പടം നമ്മൾ ധനുഷാണ് ഗൈസ് നിങ്ങൾക്ക് എനിക്ക് പോസ്റ്റർ കണ്ടപ്പോൾ മനസ്സിലായി ഗൈസ് മാരി 2 അല്ല മാരി 2 വണ്ണ ഗൈസ് അങ്ങനെ ഒരു ഗൈസ് അതും കൃത്യമായി പറയണോ ഞാൻ പോയിൻ്റ് ഉള്ളൂ ഗൈസ് ഇത് മാരിയ 1 2 ചോദിച്ചാൽ മാരി വണ്ണം തോന്നുന്നു ഗൈസ് നമുക്ക് നോക്കാം അല്ല ഗൈസ് മാരി 2 ആണ് കേട്ടോ മാരി 2 ഇങ്ങനെയാണോ ഇങ്ങനെ തന്നെ തന്നെ കറക്റ്റാണ് ഗൈസ് മാരി 2 ആണ് യെസ് അങ്ങനെ നമ്മളിപ്പോൾ കുറേ സിനിമ നോക്കി കഴിച്ചാൽ നമുക്ക് അടുത്ത സിനിമ നോക്കാം നീരജ് മാധവ് അജു വർഗീസും പിന്നെ അതേ നടി ഇത് ഇന്നത്തെ പോസ്റ്റർ നീരജ് മാധവ് ഉണ്ട് അജു വർഗീസും ഉണ്ട് നടീൻ്റെ പേര് എനിക്കറിയില്ല യെസ് ഇത് മറ്റേ ഇതല്ലേ സീരീസ് അല്ലേ ഇതിനിടക്ക് മറ്റേ ടി വിയിലൊക്കെ പരസ്യം കണ്ടില്ലേ മറ്റേ ഇതിൻ്റെ അത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറില്ല ഇതിൻ്റെ അകത്ത് ഓടുന്നുണ്ടായില്ലേ പടം ജിയോ സ്റ്റാറിൽ മറ്റേ ഇത് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഗൈസ് നോക്കാം ആൻസർ ഗൈസ് കറക്റ്റ് ആണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഗൈസ് ഓക്കെ ഗൈസ് നമ്മുടെ പടം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ് ഞാൻ വിചാരിച്ചു കുറേ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ് ഇത്ര എടുത്തിട്ടു ഗൈസ് ഇന്നത്തെ ചാലഞ്ചുകൾ കംപ്ലീറ്റ് ആയി ഗൈസ് ഇതിനകത്ത് ഞാൻ കുറച്ചെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറയാത്ത ഏതെല്ലാം സിനിമയാണ് ഗൈസ് ഞാൻ ഇതിനകത്ത് പറയാത്ത 2-3 സിനിമയുണ്ട് ഒരു വടക്കൻ വീരകഥ ഓൾമോസ്റ്റ് ഞാൻ കറക്റ്റ് ചെയ്തു പിന്നെ സഖാവ് കിട്ടിയില്ല അനിയത്തിപ്രാവ് ആ പടം കിട്ടിയില്ല പിന്നെ ഒരു പടം കൂടി ഉണ്ടല്ലോ മറ്റേ ഒരു ഇംഗ്ലീഷ് പടം പക്ഷെ അതിൻ്റെ പേരെന്താ പേര് പറഞ്ഞത് മീൻസ് ഒരു ഇംഗ്ലീഷ് പടം ഉണ്ടായില്ല കോഞ്ചറിങ് തന്നെ ഞാൻ പറയാം ദ ക്രൗൺ കേസ് അതും കിട്ടിയില്ല ബാക്കിയുള്ള ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേസ് ഇന്നത്തെ ചാലഞ്ചിൽ എനിക്ക് കുറച്ച് പോയിൻ്റൊക്കെ ഉണ്ട് കേസ് എണ്ണ നിൽക്കുന്നില്ല ഗൈസ് നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടിയെന്ന് ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ് ഇന്നത്തെ വീഡിയോ ഗൈസ് ഇന്നത്തെ ചലഞ്ച് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ബൈ ഗൈസ് പിന്നെ വേറൊരു കാര്യം ഇത് ഞാൻ ഈ ചാലഞ്ച് ഇന്ന് തന്നെ ഇത് 2ാമത്തെ പ്രാവശ്യം ചെയ്യുന്നത് ഗൈസ് ആദ്യത്തെ പ്രാവശ്യം ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ മൊത്തത്തിൽ കട്ടായി പോയി ഗൈസ് എനിക്ക് ഞാൻ ഈ സിനിമയിലും ഗൈസ് അതിൻ്റെ ഞാൻ സിനിമയിലെ ആൻസറിലും പറഞ്ഞിനി എന്നിട്ട് ഞാൻ എല്ലാ സിനിമയും ആദ്യം മുതൽ മാറ്റി എന്നിട്ട് ആദ്യം മുതൽ പുതിയ സിനിമേൻ്റെ പോസ്റ്റർ എടുത്തിട്ട് ഗൈസ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിന് ഗൈസ് ആദ്യം ചെയ്തിന് ആദ്യത്തേനകത്ത് മറ്റേ പുലിമുരുകനെല്ലാം ഉണ്ടായി ഗൈസ് അതായത് പുലിമുരുകൻ പിന്നെ ഈ പറഞ്ഞ മറ്റേ വടക്കൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഗൈസ് അതെല്ലാം ഉണ്ടായി ഗൈസ് ഓക്കെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ആയി പോയി എന്നിട്ട് ഇപ്പോൾ 2ാമതും ചെയ്തതാണ് ഗൈസ് ഈ വീഡിയോ എന്നിട്ട് ആ സിനിമയിലെ മാറ്റി
പുതിയ സിനിമ എടുത്തു ഗൈസ്, അങ്ങനെ ചെയ്തതാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. ബൈ ബൈ ഗൈസ്. പിന്നെ ടാബ് ഞാൻ മുന്നിൽ ഒരു സാധനം വെച്ചിട്ട് ടാബ് വീഴാൻ എടുക്കാൻ വേണ്ടി അതെല്ലാം വെച്ചോണ്ട് ഗൈസ് വീഡിയോ കട്ട് ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ ചെറിയ സീനുണ്ട്. ഓക്കെ ഗൈസ്, ബൈ ബൈ.